ഒരു പിൻതലമുറയെ നമുക്ക് അങ്ങനെ അവിടെ കാണാൻ പറ്റിയിട്ടില്ല. അത് പ്രോബ്ലി അത് ഇന്ത്യയിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കൂടുതൽ ഈ ബംഗാളിൽ നിന്നും ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആളുകൾ പോയിട്ടുള്ളത്. അപ്പോൾ അവരുടെ പിൻതലമുറ ഇന്ത്യയിൽ തന്നെ ആവാനാണ് സാധ്യത. നമ്മളങ്ങനെ നേരിട്ടാരെയും അത് കണ്ടിരുന്നില്ല. എനിക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഈ PNG ഈ ത്രെഡ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ബിക്കോസ് ഇത് ഹിസ്റ്ററിയിലൊന്നും അധികം ആരും പഠിച്ചിട്ടില്ലാത്ത, അത് ഒരുപാട് അങ്ങനത്തെ ഏരിയസ് ഉണ്ടായിരിക്കും. പക്ഷേ വൈ ദിസ് PNG, ഈ ഒരു പ്രത്യേക എങ്ങനെയാണ് ആ ത്രെഡ് കിട്ടിയത് എന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട്. അത് ശരിക്ക് ഈ PNGയിൽ സിനിമ ചെയ്യുന്ന അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ട് കുറേയേറെ സ്ക്രിപ്റ്റുകളൊക്കെ ആലോചിച്ചിരുന്നു, കുറേയേറെ ത്രെഡുകൾ ആലോചിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ പഠിച്ചു വന്നപ്പോൾ അതിന് കുറച്ച് റിസർച്ചുകൾ നടത്തിയപ്പോഴാണ് എവിടെയോ ഒരിടത്ത് ഇങ്ങനെ ഇതൊരു വായിക്കാൻ പറ്റിയത്. ഇങ്ങനെ ഒരു ഇന്ത്യൻ സോൾജേഴ്സ് അവിടെ ചെന്നിട്ടുണ്ടെന്നുള്ളതും അവിടെ വാറിൽ പങ്കെടുത്തിട്ടുള്ളതും. അപ്പോൾ ആ ത്രെഡിനെ പിടിച്ചിട്ടാണ് പിന്നീട് നമ്മൾ കുറച്ചുകൂടെ റിസർച്ച് നടത്തുകയും അവിടെ നിന്നൊരു റിസർച്ച് സ്കോളർ ഉണ്ടായിരുന്നു മപ്പാനൂരിൽ നിന്ന്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും പിന്നീട് ഈ കോമൺവെൽത്ത് വാർഗിലേവിൻ്റെ പുസ്തകങ്ങളുണ്ട്, അതിൽ നിന്ന് നമുക്ക് കുറേ കൂടെ ഡീറ്റെയിൽസ്, എത്ര പേരാണ് ഈ മരിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആ കോമൺവെൽത്ത് വാർഗേഴ്സിൻ്റെ ആർക്കീവ്സിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ റിസർച്ച് ചെയ്തിട്ടാണ് വേണ്ടി ഒരു ത്രെഡിലേക്ക് പോയത്. ചോദ്യോത്തരവേളയുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ, ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേകത പണ്ട് മുതലേ പൊതുവെ മലയാളത്തിൽ കണ്ടുവരുന്നത് ഇൻ്റർനാഷണൽ സിനിമകൾ കാണണമെന്നുള്ള ഒരു രീതിയാണ്. മറ്റൊന്നുമല്ല, അതിലൂടെ കുറേയൊക്കെ പഠിക്കാനുണ്ട് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇന്ന് പാപ്പ ബുക്ക് കണ്ടപ്പോൾ ആ സിനിമ എന്തുകൊണ്ടും നമ്മുടെ മലയാള സങ്കല്പത്തിലെ ഒരു ഇൻ്റർനാഷണൽ സിനിമയോടും അതേ രീതിയിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോയി എന്നുള്ളതിൽ എനിക്ക് ഏറെ അഭിമാനിക്കുന്നു. സിനിമ അങ്ങനെ കാണാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടു. മലയാള സിനിമ എന്ന് കാണുന്ന വേറെ രീതിയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് മാറി ഈ ഒരു രീതിയിലേക്ക് സിനിമയെ കൊണ്ടുവന്നത് ഡോക്ടറിൻ്റെ ആ ഒരു വർക്കിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അത് മാത്രമല്ല, അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം നന്നായിരുന്നു. ഫോട്ടോഗ്രാഫി അസാധ്യമായിരുന്നു. അത് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. അതിൻ്റെ എഡിറ്റിംഗ് ആയാലും ഗ്രേഡിങ് ആയാലും ഒക്കെ ആ ഫോട്ടോഗ്രാഫി അങ്ങനെ നിലനിർത്തി. ആർട്ടിസ്റ്റുകൾ ഗംഭീരമായിരുന്നു. പിന്നെ പാപ്പ ബുക്ക് എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ ആർട്ടിസ്റ്റ്, അദ്ദേഹത്തെ എങ്ങനെ കിട്ടി, അദ്ദേഹത്തിൻ്റെ ആക്ടിങ് യഥാർത്ഥത്തിൽ അവിടെ അത് പഠിക്കാൻ പറ്റും. ഇനിയും ആക്ടിങ് പഠിക്കുന്നവർക്ക് അദ്ദേഹം എന്താ ചെയ്തതെന്നുള്ളത് അദ്ദേഹത്തെ നോക്കിയിരുന്നാൽ പഠിക്കും. ശരീരചലനങ്ങൾക്ക് അപ്പുറത്തേക്ക് മുഖത്ത് വരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഭാവമുണ്ട്, അസാധ്യമായിരുന്നു. അങ്ങേക്ക് അദ്ദേഹത്തെ എങ്ങനെ കിട്ടി? ശരിക്കും സിനെ ബൊബോറോ എന്നാണ് പുള്ളിയുടെ പേര്. അദ്ദേഹം ജീവിതത്തിൽ ഞാൻ ഒരു സിനിമ കണ്ടിട്ടില്ല. 85 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ജീവിതത്തിൽ ഇന്നൊരു സിനിമ കണ്ടിട്ടില്ല, ടെലിവിഷൻ പ്രോഗ്രാം കണ്ടിട്ടില്ല. അദ്ദേഹം പപ്പന്യൂഗിനിയിലെ ഒരു ചെറിയൊരു വില്ലേജിൽ താമസിക്കുന്ന ഒരാളാണ്. ഫോറസ്റ്റ് നോട്ടിയുള്ള ഒരു വില്ലേജിലാണ്. അവിടുത്തെ ഒരു ട്രൈബൽ ലീഡറാണ്. പക്ഷേ സിനിമയോ ഒന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിനിമ അറിയില്ല. അപ്പോൾ ഞങ്ങൾ കുറേ ഓഡീഷൻ നടത്തിയിരുന്നു. ആദ്യമൊക്കെയാണ് അവിടുന്ന് അവിടുത്തെ പപ്പന്യൂഗിനിയിലെ ടീം കൂടെ കുറേ നടത്തി. 85 വയസ്സുള്ള ഒരാൾ വേണമായിരുന്നു. അപ്പോൾ 85 വയസ്സുള്ള ആൾക്കാരെ കിട്ടിയ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർ കൂടുതലും ജീവിക്കുന്നത് കുറച്ചുകൂടെ റിമോട്ട് ഏരിയയിലാണ്, മീൻസ് ഹൈലാൻഡിലൊട്ടൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് കുറേ ആളുകൾ, ഏകദേശം 10-15ഓളം ആൾക്കാരെ അവിടുന്ന് വെറുതെ അവരുടെ വീഡിയോ എടുത്തു. ഞാൻ പറഞ്ഞിരുന്നത് ചുമ്മാ അവർ എന്തായാലും സംസാരിക്കാൻ വീഡിയോ എടുത്തെന്നാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ നമ്മൾ ഓഡീഷൻ, ഒരു പരമ്പരാഗത ഓഡീഷൻ ഒന്നുമല്ല, വെറുതെ അവരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് വീഡിയോ എടുക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസ് അയച്ചു തന്നു. ആ വീഡിയോയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ അങ്ങനെ എടുക്കുന്നത്. അദ്ദേഹം 85 വയസ്സായെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വളരെ ആക്റ്റീവായിട്ടുള്ള ഭയങ്കര വൈബ്രൻ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. നമ്മൾ ഇതിനകത്ത് ശരിക്കും അഭിനയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ സിങ്സ് ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് ഡയലോഗ് കാണാതെ വിളിച്ച് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത്. മാത്രമല്ല അവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും ആദ്യമായിട്ടാണ് സിനിമയിൽ. പ്രകാശും ചക്രവർത്തി നമ്മളെ ബംഗാളി ആക്ടേഴ്സ് ഉണ്ട്. അവർ രണ്ടുപേരും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ആദ്യമായിട്ടാണ് അവിടെ സിനിമയിൽ അഭിനയിക്കുന്നത്. സമയപരിമിതി മൂലം ചോദ്യോത്തരവേള നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രേക്ഷക